ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, കോവയ്ക്കയും ചാളക്കറി. നല്ല ടേസ്റ്റാണ് വെച്ച് കഴിഞ്ഞാൽ. ഒന്ന് വെച്ച് നോക്കാട്ടോ നമുക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഗ്യാസ് കത്തിച്ചു ഇത്തിരി വെള്ളം ഉണ്ടത് കളയണം. ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇളങ്ങണം കേട്ടോ, എണ്ണ നമുക്കൊക്കെ മതി. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചൂടാവട്ടെ കേട്ടോ. ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചാണ്. കട്ട് ചെയ്തു, ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു. ഇതൊന്ന് അരച്ച് കൊടുക്കാം. കുറച്ച് മുളക്, വെള്ളമുളകാണ് ഇത്. ഞാൻ വെറുതെ കീറി രണ്ട് വീട്ടിൽ പശുക്ക് തന്നില്ല, കീറി ഇട്ടു. അപ്പോൾ ഇത് കുറച്ച് ഞാനിങ്ങനെ വെറുതെ ഇടും, ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട്. മൂത്ത് വരണം. കുറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ. കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ലേശം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണുണ്ട്. അതൊന്ന് ഇതായി. അപ്പം ഞാൻ തീയൊന്ന് കിടത്തിയിട്ടു. തീ അധികമായിരുന്നു. അതിലേക്ക് 1.25 സ്പൂണ് മുളക് പൊടി. ആദ്യം മല്ലിപ്പൊടിയാണ് ഇത്. അത് കഴിഞ്ഞൊന്ന് ഇത് ആവുമ്പോഴാണ് ഞാൻ മുളക് പൊടി ഇടാറ്. ഞാൻ മൂപ്പ് കൂടെ മല്ലിപ്പൊടിക്കാൻ തോന്നുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് മാത്രമേ ഇടുള്ളൂ. അത് കഴിഞ്ഞ് മൂത്തിട്ട് പച്ചമണം അങ്ങ് മാറിയുണ്ട് കേട്ടോ. പച്ചമണം മാറി കഴിയുമ്പോൾ ഞാൻ ലേശം അത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് ഞാൻ ആദ്യം എന്താ പറയുക, ഇതാണ് ഇടുക, കോവയ്ക്കാട്ടോ ഇടുക. എന്നിട്ട് കോവയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു വാട്ടം കൂടുതലുണ്ട്. മീൻ വേഗം വേകുമല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിങ്ങനെ ഇട്ടു. കോവയ്ക്ക് ഇട്ടു. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക, എനിക്കിഷ്ടമാണ്. പിന്നെ കറിവേപ്പില ഒന്ന് ഇപ്പോൾ ഇടണ്ട, ഒരു കറിവേപ്പില ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിലേക്ക് ലേശം ഉപ്പിട്ടു കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു ഏകദേശം അളവ്. ഞാനത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഫുള്ള് ഒഴിച്ചു. എന്നിട്ട് തീ കൂട്ടി വെച്ചു. ഇനി അതിലേക്ക് ഞാൻ ഈ മുളക് ഇട്ടിട്ട് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടോ? തിളച്ച് വന്നിട്ടുണ്ടേ. ഇത് നോക്കി ഒന്ന് വാടി പോലെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇത് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണണം കേട്ടോ. ഇപ്പോൾ പുളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ പുളി അതിൽ ഇങ്ങനെ ഇട്ടു. ഒരു 4 ഇരുമ്പും കൂടി ഇട്ടിട്ടോ.
അതും ഇടണമെങ്കിൽ ഇരുമ്പുളി ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടം. ഞാനത് ഇട്ടു കേട്ടോ. കഷ്ണമൊക്കെ കൂടി ആകുമ്പോൾ എന്താവും, പച്ചമുളക് ഇട്ടു. ഇത് വെന്ത് കഴിഞ്ഞാൽ അത് തന്നെ വെറുതെ തിന്നാൻ നല്ല രസമാണ്. പിറ്റേ ദിവസം നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്. അത് കഴിഞ്ഞ് മീനെടുത്തു. മീൻ ഇടണം കേട്ടോ. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. മീൻ വെന്ത് കഴിഞ്ഞാൽ കറി റെഡി. ഇനി ഇട്ട വഴി ഇളക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. മീനിട്ടുണ്ട്. നല്ലോണം തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചാളക്കറി, ചാളയും കോവയ്ക്ക്. പിറ്റേ ദിവസം ഇതിപ്പോൾ ഇന്ന് വെച്ച് കൂട്ടി കഴിഞ്ഞാൽ കോവയ്ക്കായിട്ട് ആദ്യം തീരുക, ചാള തീരില്ല. കോവയ്ക്കാണ് ആദ്യം തീരുക. പിന്നെ ചാള പിറ്റേ ദിവസത്തേക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസമാണ് ഏത് മീൻ കറി വെച്ചാലും ഇന്ന് വെച്ചാൽ നാളെ കൂട്ടാനായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, റെഡി. ഇപ്പോൾ ബൈന്ന് പറഞ്ഞു കേട്ടോ, പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചാള എന്താ പറയുക വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടം ഇനി മാറ്റണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കുരുമുളകും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില പിച്ചിയിട്ടത് അതെല്ലാം കൂടെ ഇതിലിട്ടു. ഒരുമിച്ചിട്ടതാണ്. വീഡിയോ ലോങ്ങാണ് കണ്ടത്. അതൊക്കെ കൂടി തിരിഞ്ഞ് പൊത്തി വെച്ചു. ലേശം പൊടി, ലേശം ഉപ്പും തിരിഞ്ഞ്. അപ്പോൾ അത് തിരിഞ്ഞ് പൊത്തി അവിടെ വെച്ച് ഈ കറിയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും ഇത് മാവുമല്ലോ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ അവളുടെ കാര്യം ശരിയായി, ബാക്കിയുള്ളവരുടെ കാര്യം ശരിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് വറുക്കണ വീഡിയോ അതിപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു ദിവസം ഇനി വറുക്കുന്നത് മാത്രം കാണിക്കാം. അപ്പോൾ ഇത് വെന്തു വാങ്ങാറായി. വാങ്ങി ഇതിപ്പോൾ വാങ്ങാൻ പോവാ കേട്ടോ. എല്ലാം റെഡിയായി. ഇത് കുത്തി ഇങ്ങനെ കളിച്ച് വെച്ചു. ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചാളക്കറി റെഡി. ഞാൻ ഇത് ഓഫാക്കാം കേട്ടോ.